ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് സിമ്പിളായിട്ട് ക്വിക്കായിട്ടും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു തക്കാളി കൂട്ടാൻ നോക്കിയാലോ. വളരെ എളുപ്പമാണ് ഈ കറി ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ തയ്യാറാക്കേണ്ടതെന്ന് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ തക്കാളിക്കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു 4 തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് പുളിയുള്ള തക്കാളിയല്ല, അല്ലാതെ പുളി കുറഞ്ഞ തക്കാളിയാണ്. അപ്പോൾ 4 തക്കാളി എടുത്തിട്ടുണ്ട്. അതിന് ചെറുതായിട്ടൊന്ന് നമ്മൾ കഷ്ണിച്ചെടുക്കുക, ചെറിയ പീസുകളായിട്ട് എടുക്കുക, പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടി. നമ്മൾ അരിഞ്ഞ പീസുകൾ ഒരു പാത്രത്തിലേക്ക് നമ്മൾ വേവിക്കുന്ന ഒരു ചട്ടിയിലോട്ട് മാറ്റുക. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതിൽ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കത് വേവിച്ചെടുക്കണം നല്ലതുപോലെ. ഇതിനകത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഞാൻ അരയ്ക്കുന്നതിനകത്താണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. അപ്പോൾ അതൊന്ന് അടച്ച് വെച്ച് നല്ലതുപോലെ ഒന്ന് വെന്ത് കുഴഞ്ഞ് വരണം. ആ സമയത്ത് നമുക്ക് അതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് തേങ്ങ ചിരകിയതെടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, ഒരു 3 വെളുത്തുള്ളി കഷ്ണം, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് ജീരകമാണ്, ചെറിയ ജീരകം, അതൊരു 1/4 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലപോലെ കുറച്ച് വെള്ളം ഒഴിച്ചല്ല അരച്ചെടുക്കേണ്ടത്. നമ്മൾ തൈര് ഒഴിച്ചാണ് അരച്ചെടുക്കുന്നത്. അധികം പുളിയില്ലാത്ത തൈരാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. തക്കാളിക്ക് അധികം പുളിയില്ല, അതുകൊണ്ട് പുളിയില്ലാത്ത തൈര് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അധികം പുളിയില്ല. അത് നല്ലതുപോലെ അരച്ചെടുത്തിട്ട് നമുക്ക് വരാം. ആ സമയത്ത് നമുക്കിവിടെ നമ്മുടെ തക്കാളി വെന്ത് വന്നിട്ടുണ്ട്. തക്കാളി നല്ലപോലെ വെന്ത് ഒന്ന് ഉടച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ അരപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇത് ഒരുപാടിട്ട് തിളപ്പിക്കരുത്, കാരണം തൈര് ചേർത്തിരിക്കുന്നത് കൊണ്ട് ഒരുപാട് നമ്മളിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ചൂടായാൽ മതി. അപ്പോൾ തന്നെ നമുക്കത് ഇറക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് ഞാൻ കൽച്ചട്ടിയാണ് വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഒരുപാട് തീയുടെ ആവശ്യമില്ല. ഞാൻ അപ്പം തന്നെ ഓഫാക്കി. നമ്മളെ കൽച്ചട്ടിയുടെ ചൂടിൽ തന്നെ നമ്മുടെ അരപ്പ് വെന്ത് കിട്ടും. ലാസ്റ്റ് ഇതിലേക്ക് ഒരു സാധനം ചേർക്കേണ്ടതെന്ന് വെച്ചാൽ കുരുമുളക് പൊടിയാണ്. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു എരിവിന് വേണ്ടിയാട്ടോ ഈ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. അത്രയേ ഉള്ളൂ, നമ്മുടെ കറി റെഡിയായി. ഇനി ലാസ്റ്റ് ഇതിലേക്ക് താളിച്ചിടേണ്ടത് മാത്രമേ ഉള്ളൂ. അതിനായിട്ടൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് കടുക്, നമ്മുടെ വറ്റൽമുളക്, പിന്നെ കറിവേപ്പില, ഇതെല്ലാം കൂടി ചേർത്ത് ഒന്ന് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം കുറച്ച് ഉള്ളിയും കൂടി ചേർത്ത് നല്ലൊരു കളർ ചേഞ്ചായി വരുന്നിടം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മൾ പെട്ടെന്ന് നമ്മൾ സാധാരണ തക്കാളിക്കറി ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു തക്കാളിക്കറിയാണ്. നിങ്ങൾക്കിത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് സാധാ തക്കാളിക്കറിയെക്കാട്ടിലും ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ തക്കാളി കറി സിമ്പിളാണ്, നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാവുന്നതല്ലേ ഉള്ളൂ. നമുക്ക് കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനൊക്കെ കൊടുത്തു വിടാൻ പറ്റിയൊരു കറിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒന്ന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഫീഡ്ബാക്ക് ഇടുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഒന്നും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.